ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് പവിത്രത്തിലെ വിക്രത്തിൻ്റെയും വേദയുടെയും നല്ലൊരു കഥ കേൾക്കാം. അങ്ങനെ സന്തോഷിൻ്റെയും ശ്രീലക്ഷ്മിയുടെയും വിവാഹത്തിൽ പങ്കെടുത്തതിന് ശേഷം അനിയൻകുട്ടിനെ കൂട്ടിക്കൊണ്ട് വിക്രമും വേദയും വീട്ടിലോട്ട് വരികയാണ്. അതിനുശേഷം അനിയൻകുട്ടിന് മരുന്നെല്ലാം കൊടുത്ത് റൂമിൽ കിടന്ന് ഉറങ്ങുകയാണ്. അതിനുശേഷം വിക്രയും വേദവും സംസാരിക്കാൻ വേണ്ടി പുറത്തൊരു പാറമട എടുത്തോട്ട് വന്നിരിക്കുകയാണ്. വീടുമായിട്ട് വലിയ ദൂരവുമില്ല. അങ്ങനെ അവിടെ നിന്ന് അവർ പറയുന്നുണ്ട്, എന്തായാലും നമുക്കൊരു നല്ല കാര്യം ചെയ്യാൻ പറ്റിയല്ലോ വിക്രം എന്ന് പറയുന്നുണ്ട്. അത് ശരിയാണ്, ഞാനായിട്ട് അന്ന് മുടക്കിയ കല്യാണമായിരുന്നു ശ്രീലക്ഷ്മിയുടേതും സന്തോഷിൻ്റെതും. എന്തായാലും അതൊരു നിയോഗം പോലെ അത് നടത്താൻ എനിക്കും തനിക്കും പറ്റിയല്ലോ എന്ന് പറയും. അത് ശരി, അത് മാത്രമല്ല വിക്രം, നമ്മൾ വന്നതുകൊണ്ടേലേ ആ തൊഴിലാളികൾ ഇത്രയും നാളും ആ ജോബി ചൂഷണം ചെയ്യുമായിരുന്നു. അതുകൊണ്ട് അവരുടെ വേതനത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. അതെ, പിന്നെ ഒരു നല്ല വിശേഷം, നമ്മളിവിടെ വന്നതിന് ശേഷമല്ലേ നമ്മളൊരു പുതിയ ജീവിതം ആരംഭിച്ചത്. നമ്മൾ ശരിക്കും ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിച്ച് തുടങ്ങിയത് ഇവിടെ വന്നതിന് ശേഷമെന്ന് പറയും. ഒരുപാട് നല്ല നിമിഷങ്ങളുണ്ട് നമുക്ക് ഇവിടുത്തെ ഓർമ്മകൾ എന്നൊക്കെ പറയും. അത് ശരിയാണ്, ഗീവകേസേട്ടൻ, മേരി ചേച്ചി, അങ്ങനെ ഒരുപാട് പേരുടെ പേരുകളൊക്കെ അവർ പറയുന്നുണ്ട്. അതിനുശേഷം വിക്രം പറയും, നാളെ ഇവിടുന്ന് പോകുന്നെന്ന് ഓർക്കുമ്പോൾ ഒരു വിഷമമുണ്ട്. നിനക്ക് വിഷമമുണ്ടോ വേദേ? പിന്നെ ഒരുപാട് ഓർമ്മകൾ തന്നൊരു സ്ഥലമായിരുന്നു ഇത്. ചെറുതാണെങ്കിലും നമുക്ക് ജോലി ചെയ്യാൻ പറ്റി, നല്ല ശമ്പളം കിട്ടി എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ അവിടുത്തെ ജീവിതത്തെക്കുറിച്ചും അവരുടെ നല്ല മുഹൂർത്തങ്ങളെക്കുറിച്ചും ഒക്കെ അവർ തമ്മിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഈ സമയത്താണ് ജോബിയും ചന്ദ്രശേഖരൻ അയച്ച കുറച്ച് ഗുണ്ടകളും കൂടി ചേർന്ന് നേരെ വിക്രത്തിൻ്റെ വീട്ടിലോട്ട് വരുന്നത്. ആ സമയത്ത് കതവ് അടച്ചിട്ടേക്കാണ്. അവരിങ്ങനെ തെള്ളിയപ്പോൾ ചാരി ഇട്ടേക്കാണ്. അകത്ത് കയറി നോക്കുമ്പോൾ വിക്രത്തിനെ വേദയും കാണത്തില്ല. അനിയൻകുട്ടനെ റൂമിൽ കിടന്നുറങ്ങുകയാണ്. അവർ പെട്ടെന്ന് അനിയൻകുട്ടനെ വാ പൊത്തി പിടിച്ച് അനിയൻകുട്ടനെ അവിടെ നിന്ന് എടുത്തുകൊണ്ടാൻ ശ്രമിക്കുകയാണ്. അനിയൻകുട്ടൻ നിങ്ങൾ ആരാ, എന്ത് വേണമെന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കുന്നുണ്ട്. കരയൊക്കെ ചെയ്യുന്നു. ഇത് വിക്രമും വേദയും കേൾക്കുന്നു. അനിയൻകുട്ടൻ്റെ ശബ്ദമില്ലേ വിക്രം ഇത് എന്ന് പറഞ്ഞുകൊണ്ട് ഓടി അകത്ത് കയറുമ്പോൾ ജോബിയെയും ഗുണ്ടകളെയാണ് കാണുന്നത്. അവരെ വിക്രം നേരിടുകയാണ്. അതിനുശേഷം അവർ തമ്മിലൊരു ഫൈറ്റ് ഉണ്ടാവുകയാണ്. അതിനുശേഷം മനസ്സിലാവുന്നുണ്ട് അപകടമാണ്, അനിയൻകുട്ടനെ പിടിച്ചുകൊണ്ടുവന്ന് തന്നെ അവർ വന്നേക്കുന്നതെന്ന്. അനിയൻകുട്ടനെ എടുത്തുകൊണ്ട് വിക്രം വേദി അവിടുന്ന് ഗീവർഗീസിൻ്റെ വീട്ടിലോട്ട് രക്ഷപ്പെടുകയാണ്. അപ്പോഴത്തേക്ക് ഇവർ കുതിരി മാറി പോകുന്നുണ്ട്. അതിനുശേഷം ഗീവർഗീസിൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഒരു ശരി, നിങ്ങളെന്തായാലും ഇന്ന് രാത്രി ഇവിടുന്ന് പുറത്തിറങ്ങണ്ട, ഇവിടെ തന്നെ നിന്നോളാൻ പറയും. അങ്ങനെ രാത്രിയായിട്ടും വേദ ഉറങ്ങത്തില്ല. വേദയ്ക്ക് നല്ല ടെൻഷനുണ്ട്. വിക്രം, എനിക്കും നല്ല ടെൻഷനുണ്ടെന്ന് പറയും. നീ പേടിക്കാതെ വേദ, ഒന്നും സംഭവിക്കത്തില്ലെന്ന് പറയും. നമ്മൾ സാറിനെ വിളിച്ച് വിവരങ്ങളെല്ലാം പറഞ്ഞിട്ടില്ലയോ, അച്ഛൻ വന്ന് മൊഴിയെടുക്കും. അതിനുശേഷം അവർക്കൊന്നും അനിയൻകുട്ടനെ എന്നെയും ചെയ്യാൻ പറ്റത്തില്ല. കേസിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുമെന്നുള്ള ഭയമാണ് അവർക്ക്. യഥാർത്ഥ കൊലയാളികളാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത്. സത്യം അനിയൻകുട്ടൻ പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ജയിലിലാവും. നിരപരാധിയായി ഞാൻ പുറത്ത് വരും. ഇതൊന്നും ഇഷ്ടപ്പെടാത്തവർ തന്നെ ഇതൊക്കെ ചെയ്തേക്കെന്ന് പറയും. അതിന് സംശയമുണ്ട്, അയാളാ ആ ശ്രീകാന്ത് ഇതിനെല്ലാം സൂത്രധാരൻ എന്ന് പറയും. അതെ, എനിക്ക് സംശയമുണ്ട്. വരുണിൻ്റെ കൊലപാതകത്തിൽ പോലും എനിക്ക് ശ്രീകാന്തിനെ നല്ല സംശയമുണ്ടെന്ന് പറയും. ആയിരിക്കും, കാരണം ദീപ്തിയായിട്ടുള്ള വരുണിൻ്റെ വിവാഹത്തിനെ അയാൾ ശക്തമായി എതിർത്തിരുന്നു. ജാതിയുടെയും സമ്പത്തിൻ്റെയും പേര് പറഞ്ഞും ഒരുപാട് രീതിയിൽ ദീപ്തിയോട് സംസാരിക്കാൻ ശ്രമിച്ചതാണ്. ദീപ്തിയുടെ മുന്നിൽ വഴങ്ങാത്തത് കൊണ്ട് മാത്രമാണ് അയാളെ ഒന്നും മിണ്ടാതിരുന്നതെന്ന് പറയും. പിന്നെ ദർശനെ കൊണ്ട് തന്നെ വിവാഹം കഴിപ്പിക്കണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് വർഷേച്ചിയുടെ അച്ഛനും ശ്രീകേട്ടനുമാണെന്ന് പറയും. എന്താ കാരണമെന്ന് വിക്രത്തിന് അറിയത്തില്ലേ? പരമ്പരാഗതമായി കിട്ടിയ സ്വത്ത്, അത് മുത്തശ്ശന് എൻ്റെ പേര് എഴുതി വെച്ച കമ്പനിയുടെ മേജർ ഷെയർ എനിക്കാണ്. ആ ഷെയർ തട്ടിയെടുക്കാൻ വേണ്ടിയാണ് അയാളത് ചെയ്യുന്നത്. സ്വന്തം അങ്കിളെ, എന്നിട്ട് പോലും ഈ പൈശാചിക കൃത്യം ഞാൻ അയാൾക്ക് എങ്ങനെ മനസ്സ് വന്നു എന്നൊക്കെ ചന്ദ്രശേഖരനെ കുറിച്ച് വേദ വിക്രത്തിനോട് പറയുന്നുണ്ട്. പണം തന്നെ വേദ എല്ലാത്തിൻ്റെ അടിസ്ഥാനം, പണത്തിന് വേണ്ടി. എന്നാലും സ്വന്തം ചോരപ്പെടുന്ന ഒരു കൂടപ്പിറപ്പിനോട് വേണോ അയാൾ ഇങ്ങനെ കാണിക്കാൻ? എനിക്ക് ആവശ്യമുള്ളത് ഞാൻ കൊടുക്കുമായിരുന്നല്ലോ, എന്നിട്ട് അയാൾ എല്ലാവരുടെ മുമ്പിലും ഒരു നല്ലയാൾ. എനിക്ക് ഉറപ്പാണ് വിക്രം, വരുണിൻ്റെ കൊലപാതകത്തിൽ പോലും എനിക്ക് അയാളെ നല്ല സംശയമുണ്ടെന്ന് പറയും. നിനക്ക് സംശയമല്ലേ ഉള്ളൂ വേദ, എനിക്ക് ഉറപ്പാണ് വരുണിൻ്റെ കൊലപാതകവും പുളിക്കൻ്റെ കൊലപാതകത്തിലും എല്ലാം കാരണം ശ്രീകാന്താന്ന് പറയും. അങ്ങനെ അവർ അതിനെക്കുറിച്ച് സംസാരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഉറങ്ങാതെ ഇത് നേരെ വെളുപ്പിക്കുകയാണ്. ആ സമയത്താണ് ചന്ദ്രശേഖരനും ശ്രീകാന്തും ജോബിയും എല്ലാവരും കൂടി ചേർന്ന് ഗീവർഗീസിൻ്റെ വീട്ടിലോട്ട് വരുന്നത്. വീട്ടിലോട്ട് വന്നതിന് ശേഷം പറയും, ഇപ്പം ഞങ്ങളുടെ കൂടെ നിങ്ങൾ വന്നാൽ ഇവിടെ ഒരു വലിയ അപകടം ഒഴിവാകും, ഇല്ലെന്നുണ്ടെങ്കിൽ ഇവനെ ഞങ്ങൾ കൊല്ലുമെന്ന് പറയും. അങ്ങനെ അനിയൻകുട്ടൻ്റെ തലയ്ക്ക് മുകളിൽ തോക്ക് ചൂണ്ടിക്കൊണ്ട് ജോബി നിൽക്കുകയാണ്. ഞങ്ങൾ പറയുന്ന പോലെ ഞങ്ങളുടെ കൂടെ വരണമെന്ന് പറയും. അങ്ങനെ വിക്രത്തിനും വേദയ്ക്കും അനിയൻകുട്ടനെ മരണത്തിന് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ അവർ പറയുന്നതനുസരിച്ച് ഒരു മലമുകളിലോട്ട് പോവുകയാണ്. അവിടെ തന്നെയാണ് നമ്മുടെ സേതു സന്തോഷ് വിളിച്ചതനുസരിച്ച് സേതു അവിടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ വന്നത്. സേതു താമസിക്കുന്ന റിസോർട്ടിൻ്റെ താഴെയിലോട്ടൊരു മലമുകളിലാണ് ഇവരെ കൊണ്ടുവരുന്നത്. വിക്രത്തിനെ വേദയും ശ്രീകാന്തൊക്കെ കൊണ്ടുവരുന്നതും ഇവരെ രണ്ട് കൈയും പിടിച്ച് കെട്ടി ഇവരൊരു മരത്തിൻ്റെ ചൂട്ടി കെട്ടിയിടണം വിക്രത്തിനെ വേദയും. വിക്രത്തിന് ഒരുപാട് തല്ലുകയാണെന്ന് കൊണ്ട് വേദയെ കണ്ടൊക്കെ കരയുകയും ദേഷ്യപ്പെടുകയും ചെയ്തു. എടോ, താനൊരു മനുഷ്യനാണോ? തനിക്ക് ഇത്ര ദേഷ്യമുണ്ടെന്ന് താൻ കെട്ടിയിട്ടടിക്കടോ? ഓ, പിന്നെ ഇവനെ കെട്ടിയിട്ടടിക്കാൻ പോകുന്നു എന്നുകൊണ്ട് അവരുടെ ലക്ഷ്യം അനിയൻകുട്ടനെയും വിക്രത്തിനെയും കൊന്നതിന് ശേഷം വേദയെ അവിടുന്ന് കൊണ്ടുപോകണമെന്നാണ് അവരുടെ ലക്ഷ്യം. അങ്ങനെ വിക്രത്തിനെ ശരിക്കും ഉപദ്രവിക്കുന്നുണ്ട്. വേദ
പരമാവധി കിടന്ന് പറഞ്ഞിട്ട് അവന്മാർ വിടത്തില്ല. എന്നുകൊണ്ട് ഏതെങ്കിലും ദേഷ്യപ്പെടും, താനൊരു കൂടപ്പിറപ്പാണോ, താനൊരു മനുഷ്യനാണോ? അല്ലടി, ഞാൻ കൂടപ്പിറവും മനുഷ്യനും ഒന്നുമല്ല. ഇത്രയും കാലം ഞാൻ നോക്കി നടന്ന സ്വത്തുക്കളെ കണ്ണി കണ്ടവന് കൊടുക്കാൻ വേണ്ടി അത്ര വലിയ ത്യാഗിയൊന്നുമല്ല ഞാൻ. തനിക്ക് സ്വത്തിനോടാണോ ഇത്ര ആക്രാന്തം എന്നൊക്കെ പറഞ്ഞ് കിടന്നാൽ അവർ തമ്മിൽ ഫൈറ്റാണ്. അങ്ങനെ വേദയും ശ്രീകാന്ത് ഉപദ്രവിക്കുന്നുണ്ട്. അത് കാരണം വിക്രമം ഭയങ്കരമായിട്ട് രോഷാകുലനാകുന്നുണ്ട്. ഗീവർഗീസിന് പെട്ടെന്ന് തോന്നുന്ന ബുദ്ധിയാണ് എത്രയും പെട്ടെന്ന് സേതുവിന് വിവരം അറിയിക്കണം. സേതുവിന് മാത്രം ഇനി അവരെ അവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഗീവർഗീസ് ഓടിച്ചെന്ന് സേതുവിൻ്റെ അടുത്ത് വിവരം പറയും. സേതു പെട്ടെന്ന് തന്നെ അവരെ ബന്ദികളാക്കിയിട്ട് സ്ഥലത്തോട്ട് ഗീവർഗീസോട്ട് വരികയാണ്. ആ സമയത്ത് സേതു കാണുന്നത് വിക്രത്തിനെയും വേദയും ഒരു മരത്തിൽ കെട്ടിയിട്ടേക്കുന്നതാണ്. സേതു ഇങ്ങോട്ട് വന്ന് എല്ലാവരെയും ഇടിച്ചങ്ങ് പഞ്ചറാക്കുന്നുണ്ട്. അതിനുശേഷം ഗീവർഗീസ് വന്ന് വേദയുടെയും അനിയൻകുട്ടൻ്റെയൊക്കെ കെട്ടഴിക്കുന്നുണ്ട്. വിക്രത്തിനെ സേതു രക്ഷപ്പെടുത്തുന്നുണ്ട്. അവസാനം വിക്രവും സേതുവും കൂടി ചേർന്നാണ് എല്ലാ ഗുണ്ടകളെയും അടിച്ച് നിലംപരിശാക്കുന്നത്. അതിനുശേഷം ഒരുത്തൻ വന്നിട്ട് വിക്രത്തിനെ തള്ളി അങ്ങ് താഴോട്ടിടും. അതൊരു മലയുടെ മുകളിൽ താഴോട്ടാണ്. വിക്രത്തിന് പെട്ടെന്ന് കാലങ്ങ് സ്ലിപ്പാവും, കൈക്കൊരു പിടുത്തം കിട്ടത്തില്ല. എന്നിട്ട് ആ മലയുടെ മുകളിൽ ഇങ്ങനെ തൂങ്ങി കിടക്കുകയാണ്. അനിയൻകുട്ടൻ വേദ ചെയ്ത് കാണും. അവരെ അലറി കരയാണ്. അവരുടെ നിലവിളി കേട്ടുകൊണ്ട് സേതു ഓടി വരികയാണ്. സേതു നോക്കുമ്പം വിക്രം ഇങ്ങനെ കിടക്കുകയാണ്. അവന് വിക്രത്തിനെ വലിച്ചെടുക്കാനായിട്ട് സേതു ആവുന്ന ശ്രമിക്കും. ഇതെല്ലാം കാണുമ്പോഴത്തേക്ക് വിക്രത്തിന് എന്തെങ്കിലും അപകടം വരുമോ, വിക്രം രക്ഷപ്പെടുമോ എന്ന് കരുതി വേദ പെട്ടെന്നങ്ങ് തല ചുറ്റി അവിടെ വീഴുകയാണ്. ഉടനെ ഗീവർഗീസും സേതുവും എല്ലാം കൂടി ചേർന്ന് പെട്ടെന്ന് വിക്രത്തിനെ അവിടുന്ന് രക്ഷപ്പെടുത്തി വേദയെ അവിടുന്ന് താങ്ങിയെടുത്ത് അവരങ്ങ് വീട്ടിൽ കൊണ്ടുവരികയാണ്. അവിടം നമ്മുടെ കഥ അവസാനിക്കുന്നത്. അതിൻ്റെ തുടർക്കഥയാണ് നമ്മളിനി നാളെ പറയാൻ പോകുന്നത്. ഓർമ്മ ബോധം കെട്ട് വീഴുന്ന വേദ ഇനി ഗർഭിണി ആയിരിക്കുമോ ഒരു സംശയമുണ്ട്. അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിന് ശേഷമേ അത് പറയാൻ പറ്റത്തുള്ളൂ. അവരൊരു പുതിയ ജീവിതമൊക്കെ ആരംഭിച്ച് സന്തോഷമായിട്ട് ജീവിക്കാൻ തുടങ്ങിയ നിമിഷങ്ങളായിരുന്നു കുറച്ച് മുമ്പേ കടന്നു പോരുന്നത്. അപ്പോൾ ഇനി നമ്മൾ അറിയാമോ സന്തോഷ വാർത്ത, വേദയ്ക്കും വിക്രത്തിനും ഒരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നു എന്നുള്ള ഒരു നല്ല വാർത്തയായിട്ടാണ് നമ്മളിനി ഉള്ള ദിവസങ്ങളെ കഥ പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. നന്ദി.